നമസ്കാരം. CPM കണ്ണപുരം ചുണ്ട ബ്രാഞ്ച് അംഗമായിരുന്ന ആലച്ചി ഹൗസിൽ റിജിത് ശങ്കറിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 BJP RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കൊലപാതകം നടന്ന 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് ആണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. 19 വർഷത്തിനിടെ 5 ജഡ്ജിമാരാണ് കേസിൽ വാദം കേട്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊലക്കത്തി എടുക്കരുതെന്നാണ് വിധി പ്രസ്താവം അറിഞ്ഞ് റിജിത്തിന്റെ അമ്മ പ്രതികരിച്ചത്. 2005 ഒക്ടോബർ 3 രാത്രി 7:45 കണ്ണപുരം ചുണ്ട തച്ചങ്കണ്ടിയിൽ ക്ഷേത്രത്തിനു സമീപം റിജിത്ത് കൊല്ലപ്പെട്ടത്. RSS ശാഖ നടത്തുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകം എന്നാണ് കേസ്. ക്ഷേത്രത്തിനടുത്ത് കിണറിനു പിന്നിൽ പതിയിരുന്ന പ്രതികൾ ആയുധങ്ങളുമായി റിജിത്തിനെയും മറ്റും ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന DYFI പ്രവർത്തകരായ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. വാക്കത്തി, കഠാര, വടിവാള്, വലിയ കഠാര, സ്റ്റീൽ പൈപ്പ് എന്നിവയാണ് കൊലയ്ക്ക് ഉപയോഗിച്ചത്. ചോര പുരണ്ട ആയുധങ്ങളും പ്രതികളുടെ വസ്ത്രവും പോലീസ് കണ്ടെത്തിയിരുന്നു. വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം. 10 പ്രതികളുണ്ടായിരുന്ന കേസിൽ 3-ാം പ്രതി കണ്ണപുരം ചുണ്ടയിലെ കൊത്തിലത്താഴ വീട്ടിൽ അജേഷ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മറ്റു പ്രതികളായ കണ്ണപുരം ചുണ്ട സ്വദേശികളായ വായക്കോടൻ വീട്ടിൽ സുധാകരൻ, കോത്തിലത്താഴ് വീട്ടിൽ ജയേഷ്, ചാങ്കുളത്ത് പറമ്പ് രഞ്ജിത്ത്, പുതിയപുരയിൽ അചീന്ദ്രൻ, ഇല്ലിക്കവളപ്പിൽ അനിൽകുമാർ, പുതിയപുരയിൽ രാജേഷ്, കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശികളായ വടക്കേ വീട്ടിൽ ശ്രീകാന്ത്, സഹോദരൻ ശ്രീജിത്ത്, തെക്കേ വീട്ടിൽ ഭാസ്കരൻ എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം, വധശ്രമം, അന്യായമായി സംഘം ചേർന്ന് ലഹളയുണ്ടാക്കൽ, തടഞ്ഞുവെക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1, 2, 4, 5, 6, 10 പ്രതികൾ ആയുധവുമായി സംഘം ചേർന്നതിന് 148, 149 വകുപ്പ് പ്രകാരം കുറ്റക്കാരാണ്. വളപട്ടണം CI TP പ്രേമരാജനാണ് കേസ് അന്വേഷിച്ചത്. 2006 മാർച്ച് 14 കുറ്റപത്രം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ ഹാജരായി. കേസുമായി ബന്ധപ്പെട്ട് 29 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഒപ്പം 59 രേഖകളും 50 തുണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ക്ഷേത്രത്തിൽ ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2005 ഒക്ടോബർ 2-ാം തീയതി തർക്കമുണ്ടാവുകയും 3-ാം തീയതി റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. 19 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ഏറെ വൈകാരികമായിരുന്നു അമ്മയുടെയും സഹോദരന്റെയും പ്രതികരണം. വിധിയിൽ ആശ്വാസമുണ്ടെന്നും ഇതിനായി നീണ്ട കാലം കാത്തിരിക്കേണ്ടി വന്നുവെന്നുമാണ് റിജിത്തിന്റെ അമ്മ ജാനകിയും സഹോദരി ശ്രീജയും പ്രതികരിച്ചത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട്. 19 വർഷവും 3 മാസവും കാത്തിരിക്കേണ്ടി വന്നു. 17 വർഷം വരെ അച്ഛൻ കാത്തിരുന്നു. 2 വർഷം മുമ്പാണ് അച്ഛൻ മരിച്ചത്. ഇപ്പോൾ തനിച്ചായെന്നും മറ്റൊന്നും പറയാനില്ലെന്നുമാണ് അമ്മ പ്രതികരിച്ചിരുന്നത്. വിധി കേൾക്കാൻ അച്ഛനില്ലാതെ പോയി എന്നായിരുന്നു സഹോദരിയുടെ പ്രതികരണം.